ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഉസൈൽ ഉസ്മാൻ. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ പതിവ് പോലെയല്ല നമ്മൾ ക്ലാസ് റൂമുകളൊക്കെ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ അടച്ചിട്ടിട്ടാണ്, നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. പക്ഷേ എന്നാൽ കൂടെ നമുക്കെല്ലാവർക്കും ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നിങ്ങൾ SSLC കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ബേസിക് ഗ്രാമറുകൾ, ഇംഗ്ലീഷിലുള്ള പ്രധാനമായിട്ടുള്ള ബേസിക് ഗ്രാമറുകൾ പലർക്കും അറിയായിരിക്കും. എന്നാലും നമ്മളിതൊന്നും കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും കൂടെ ആവർത്തിച്ച് വരാനും ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ അത് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, നോക്കൂ, ഇതാണ് നമ്മുടെ ബേസിക് ഗ്രാമറിലെ, ഇംഗ്ലീഷ് ബേസിക് ഗ്രാമറിലെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ നമുക്കറിയാം. ഇംഗ്ലീഷിലെ ഏത് സെൻറ്റൻസുകളെയും ഈ നാലാലൊരു സെൻറ്റൻസ്, ഇനി ഒരു ലാസ്റ്റ് ഞാൻ പറയാം, ഒരു എക്സെപ്ഷനലായിട്ടുള്ളതുണ്ട്, അതല്ലാത്ത ഏത് സെൻറ്റൻസുകളെയും നമുക്ക് ഈ നാലാലൊരു സെൻറ്റൻസിലാണ് നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കുക. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസും എന്നതിന് പേരുണ്ട്. ദിസ് ഈസ് എ സെൻറ്റൻസ് വിച്ച് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഒരു പ്രസ്താവന പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുക. നിങ്ങൾക്കറിയാം, ആ പേരിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അസേർട്ടീവ് സെൻറ്റൻസ്, ഇപ്പോൾ ഇതിലൊരു ഉദാഹരണം ഉണ്ട്, നോക്കൂ. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഇത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ഇതൊരു ഫാക്റ്റാണ്, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയുകയാണ്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, കിഴക്കിലാണ് സൂര്യൻ ഉദിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളെയാണ് നമ്മൾ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഈ അസേർട്ടീവ് സെൻറ്റൻസുകളിൽ തന്നെ ഇറ്റ് കുഡ് ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ട് തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസുകളും വരും, അതേപോലെ തന്നെ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നെഗറ്റീവ് സെൻറ്റൻസ് വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എപ്പോഴാണോ നമ്മളൊരു നെഗറ്റീവ് മീനിങ് വരുന്നത്, ഉദാഹരണം ഐ ലവ് മൈ പാരൻസ് എന്ന് പറയുന്ന സമയത്ത് അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. എന്നാൽ ഐ ഡോണ്ട് ലവ് മൈ പാരൻസ് അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം അസേർട്ടീവ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളിൽ ഇറ്റ് കുഡ് ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സെൻറ്റൻസസ്. പിന്നെ ഒരു കാര്യം കൂടെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസുകൾ അവസാനിക്കുക എപ്പോഴും എന്തായിരിക്കും? ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കും. ഇറ്റ് മസ്റ്റ് ഓൾവേസ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. അതാണ് അതിൻ്റെ മറ്റൊരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഉദ്ദേശിക്കുന്നു. ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് കൈൻഡ് ഓഫ് സെൻറ്റൻസ്, ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആയിട്ടുള്ള അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻറ്റൻസ് വിച്ച് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വഭാവമുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സാധാരണ ഈ ഇനത്തിൽപ്പെടുത്താറുള്ളത്. ഓക്കെ, മൂവിങ് ഓൺ. നമ്മൾ അടുത്ത സെൻറ്റൻസിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, കേൾക്കുന്ന സമയത്തുള്ള അത്രയൊന്നുമില്ല. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇറ്റ്സ് എ സെൻറ്റൻസ് വിച്ച് മേക്സ് എ റിക്വസ്റ്റ് ഓർ എ കമാൻഡ്. ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ പൊതുവേ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പലപ്പോഴും നമ്മൾ ചില അപേക്ഷകൾ അല്ലെങ്കിൽ ആജ്ഞകൾ, കമൻറ്റുകളൊക്കെ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഇതിൽ രണ്ട് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ഓർഡറാണ്, ഒരു കമൻ്റാണ്. നെക്സ്റ്റ്, പ്ലീസ് കമിൻ. ഉണ്ടോ? പ്ലീസ് കമിൻ, അതൊരു അപേക്ഷയാണ്. പ്ലീസ് കമിൻ, ഉള്ളിലോട്ട് വരൂ, കമിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതാണ് എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ് എ കമാൻഡ് ഓർ എ റിക്വസ്റ്റ്. ഇതിനാണ് ഇതാവുക. പിന്നെ ഇതുപോലെ മറ്റേ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെയുള്ള അതേ റൂൾ ഇതിലുണ്ട്. ഇറ്റ് മസ്റ്റ് ഓൾവേസ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മളെപ്പോഴും എന്തായിരിക്കണം ഈ സെൻറ്റൻസുകളിൽ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ ഇനം, ദ തേർഡ് കൈൻഡ് ഓഫ് സെൻറ്റൻസിലേക്ക് പോവുകയാണ്. അതാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. നിങ്ങൾ ഈ വാക്ക് പലപ്പോഴും നിങ്ങൾ പത്രങ്ങളിലോ അല്ലെങ്കിൽ വായനാശീലമുള്ള ആളുകൾക്കൊക്കെ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടാവും. ഇൻ്ററോഗേറ്റീവ് സെഷൻ അല്ലെങ്കിൽ പോലീസ് ഇൻ്ററോഗേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സാധാരണ. ഇൻ്ററോഗേഷൻ എന്ന് പറഞ്ഞാൽ ടു ക്വസ്റ്റ്യനിങ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് ദാറ്റ് ഈസ് യൂസ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെയാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഇൻ്ററോഗേറ്റീവ് എന്ന വാക്കിൽ തന്നെ ടു ക്വസ്റ്റ്യനിങ്, ഇൻ്ററോഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഉദാഹരണം ഇതിലുണ്ട്, വു ആർ യു.
who are you, നീ ആരാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം, ഇതുപോലുള്ള സാധാരണ നിലക്ക് നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുക. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് മസ്റ്റ് ഓൾവേസ് എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ഇൻട്രോഗേറ്റീവ് മാർക്ക് നമ്മൾ അവസാനത്തിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുകൂടെ വരുന്ന സമയത്താണ് നമുക്ക് ഇത് സ്വഭാവം ചിലപ്പോൾ പലപ്പോഴും നമുക്ക് അവസ്ഥകൾ സിറ്റുവേഷൻ എന്താ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്തരമുള്ള പങ്ക്ച്വേഷൻ മാർക്കിലൂടെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം ഈ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളിവിടെ ഇടാൻ മറക്കാൻ പാടില്ല. അടുത്തത് ഫോർത്ത് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എക്സ്ക്ലാമേറ്ററി അല്ലെങ്കിൽ എക്സ്ക്ലാമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാട്ട് എ വണ്ടർഫുൾ ഐഡിയ, വാട്ട് എ വണ്ടർഫുൾ ഐഡിയ, ഓ വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. അപ്പോൾ ഈ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ് എ ഇൻറ്റൻസ് ഫീലിംഗ് ഓഫ് ഓർ ഇൻറ്റൻസ് എക്സ്പ്രഷൻ ഓർ ഇൻറ്റൻസ് എമോഷൻ, എക്സ്ട്രീം ഫീലിങ്ങുകളെ ഇംഗ്ലീഷിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് പൊതുവേ എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് മസ്റ്റ് ഓൾവേസ് എൻഡ് വിത്ത് എ പങ്ക്ച്വേഷൻ മാർക്ക് വിത്ത് എ എക്സ്ക്ലാമേറ്ററി മാർക്ക്. ഇതിനുള്ള പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട റൂളാണ്. ഇതെല്ലാം ഇപ്പോഴും അവസാനിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇങ്ങനെയുള്ള ഒരു എക്സ്ക്ലാമേറ്ററി മാർക്ക് നമ്മൾ കൊടുക്കാൻ മറക്കാൻ പാടില്ല. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. നമ്മളതിലൂടെ നമ്മളൊരു കാര്യം കണ്ടപ്പോൾ, നമ്മളൊരു ഐഡിയ ശ്രദ്ധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരാൾ പറഞ്ഞപ്പോൾ, നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുകയാണ്, അപ്പോൾ ഒരാൾ ഒരു ഐഡിയ പറയുകയാണ്. അപ്പോൾ ആ ഐഡിയയെക്കുറിച്ച് നമ്മൾ പറയണത് ഓ വാട്ട് എ വണ്ടർഫുൾ ഐഡിയ. അപ്പോൾ ഇതുപോലെ ഒരു ഐഡിയയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ എന്താവട്ടെ, നമ്മൾ എന്ത് കാര്യത്തെ ആവട്ടെ, ഓ വാട്ട് എ വണ്ടർഫുൾ ഷോട്ട്, നമ്മൾ ക്രിക്കറ്റൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയുന്നതാണ്. അല്ലെങ്കിൽ വാട്ട് എ വണ്ടർഫുൾ ഡയലോഗ്, സുരേഷ് ഗോപിയുടെ ഡയലോഗൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇൻറ്റൻസ് ഫീലിംഗ്, ഒരു എക്സ്പ്രഷൻ ഓഫ് ദി ഇൻറ്റൻസ് ഓർ എക്സ്ട്രീം ഫീലിങ്ങിനെയാണ് അല്ലെങ്കിൽ എമോഷനെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ്ക്ലാമേറ്ററി സെൻറ്റൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അസേറ്റീവ് സെൻറ്റൻസ്. ഇതിന് മറ്റൊരു പേരുണ്ട്, അതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സ്വഭാവമായിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് എ സെൻറ്റൻസ് ദാറ്റ് മേക്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വഭാവത്തിലുള്ളതായിരിക്കും ഉണ്ടാവുക. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളതാണ് ഇതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞത്. രണ്ടാമത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് മസ്റ്റ് ഓൾവേസ് എൻഡ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്. രണ്ടാമത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ പറഞ്ഞു, ഇറ്റ്സ് എ സെൻറ്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ റിക്വസ്റ്റ് ഓർ എ കമാൻഡ്. ഒരു കമാൻഡോ റിക്വസ്റ്റോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു, ഗെറ്റ് ഔട്ട് എന്നുള്ളത് ഏതായിരിക്കും? സ്വാഭാവികമായിട്ടും ഓർഡറാണ്. രണ്ടാമത് പ്ലീസ് കം ഇൻ, അതൊരു റിക്വസ്റ്റാണ്, പ്ലീസ് കം ഇൻ. അപ്പോൾ ഇത്തരം ഇതുകളാണ്. ഇതിലും നമ്മൾ എന്താവുകയാണ് അവസാനിക്കേണ്ടത് ഒരു ഫുൾ സ്റ്റോപ്പോടുകൂടിയാണ്. ദ തേർഡ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസുകളാണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻറ്ററോഗേഷൻ ദ വേർഡ് ഇറ്റ് സെൽഫ് മീൻസ് ദാറ്റ് ദ ക്വസ്റ്റ്യനിങ് ഓർ ആസ്കിങ് ക്വസ്റ്റ്യൻ എന്നാണ്. സോ വാട്ട് ഈസ് യുവർ നെയിം, who are you, this kind of sentence is known as this type of sentence. Then the last and final type of sentence, exclamatory sentence. Exclamatory sentence means it is the expression of the intense or extreme feeling of a person, and it must end with a question mark, an exclamatory mark. അതിശയോക്തിപരമായിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ഈ 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളല്ലാതെ നമ്മൾ പറഞ്ഞ ഒരു എക്സെപ്ഷണൽ ടൈപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കുന്ന സമയത്ത് ഇത് നോക്കിയാൽ മതി. എന്നാൽ ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഇതല്ലാത്ത ഈ 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളല്ലാത്ത ചില സെൻറ്റൻസുകൾ വരും. അപ്പോൾ നിങ്ങളെ മനസ്സിലൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. ആ ടൈമിൽ നിങ്ങൾ ഇനി ആകെ കൺഫ്യൂസ്ഡ് ആവണ്ട, ഈ പറഞ്ഞ ഒരു ടൈപ്പും അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് അതിനു വേണ്ടി മാത്രം പറയുകയാണ്, നിങ്ങൾ അതിന് അത്ര പ്രാധാന്യം കൊടുത്താൽ മതി. ഓക്കെ. സോ ആ സെൻറ്റൻസുകളെ നമ്മൾ ടോട്ടലി വിളിക്കുന്ന ഒരു പേരാണ് ഓപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് നമ്മൾ മൊത്തത്തിൽ വിളിക്കും. ഓപ്റ്റേറ്റീവ് സെൻറ്റൻസസുകളാണ് അതിന് പറയുക. ഈ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ് എ പ്രയർ ഓർ എ വിഷ് ഓർ എ ഡിസയർ. ഇത്തരം ഡിസയറുകളോ വിഷുകളോ അല്ലെങ്കിൽ പ്രയറുകളോ ഒക്കെ നമ്മൾ പറയുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസുകളെയാണ് സാധാരണ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയാറുള്ളത്. ഓപ്റ്റേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. മേ യു ഓൾ പാസ്. ഇത് നമ്മൾ ഒരു എക്സാമിനേഷന് വേണ്ടി പോകുന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഉദാഹരണം ഒരു പ്രൈസ്, ഒരു വിഷാണ് അല്ലെങ്കിൽ ഒരു പ്രയറാണ്. മേ യു ഓൾ പാസ്, നിങ്ങളെല്ലാവരും വിജയ ശ്രീലാളിതരായിട്ട് വരട്ടെ എന്നൊരു അധ്യാപകൻ കുട്ടികളോട് പറയുന്ന ഒരു സന്ദർഭം. അപ്പോൾ ഇതൊരു പ്രയറാണ്, അല്ലെങ്കിൽ അതൊരു വിഷ് ആക്കാം. ലോങ് ലീവ് പ്രസിഡൻറ്റ്,
ലോങ് ലീവ് പ്രസിഡൻറ്റ്. നമ്മൾ ഒരു സമൂഹം മുഴുവനും ഒരു നല്ലൊരു പ്രസിഡൻറ്റിനെ നേരെ നോക്കിയിട്ട് പ്രസിഡൻറ്റ് നീണാൾ വാഴട്ടെ എന്ന് പറയുന്ന ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്റ്റേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ദർ ഈസ് എ റൂൾ ദാറ്റ് ഇറ്റ് മസ്റ്റ് ഓൾവേസ് എൻഡ് വിത്ത് an exclamatory മാർക്ക്. ഇത് അവസാനിക്കേണ്ടത് ഒരു എക്സ്ക്ലാമേറ്ററി മാർക്കോട് കൂടെ ആയിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും അതിലൊരു എക്സ്ക്ലാമേറ്ററി നേച്ചർ ഇല്ലെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞതില്ല എന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഒരു ഓപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ വരുന്നതാണ് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഈ അഞ്ചാമത്തെ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലൊരു കോംപ്രിഹെൻസീവ് ഐഡിയ നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. നമ്മൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസുകൾ അല്ലേ, 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസുകളും പിന്നെ ഒരു എക്സെപ്ഷണൽ ടൈപ്പ് ഓപ്റ്റേറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ വളരെയധികം, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എസെൻഷ്യൽ ആൻഡ് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്ന അല്ലെങ്കിൽ വളരെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രാമർ പീസാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഏതൊരു ഗ്രാമറും അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഏതൊരു സെൻറ്റൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഏതൊരു ടെക്സ്റ്റിനെ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ മൈന്യൂട്ടായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു സെൻറ്റൻസിനെ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ പാർട്ടുകളെ നമ്മളിങ്ങനെ പീസാക്കി അതിനെ നമ്മൾ മൈന്യൂട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഏത് സെൻറ്റൻസുകളും എട്ടാലൊരു കാറ്റഗറിയിലായിരിക്കും വരിക. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിനെ എന്ന് പറയുന്ന ലാംഗ്വേജിനെ കംപ്ലീറ്റ്ലി നിങ്ങളത് മാസ്റ്റർ ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ യു ഷുഡ് ലിസൺ ഹിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഈ പറയുന്ന ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള 8 കാറ്റഗറി ഓഫ് സ്പീച്ചുകൾ അല്ലെങ്കിൽ പാർട്സുകൾ. ഈ പാർട്സുകളിൽ ഏതെങ്കിലും ഒരു പാർട്സിലായിരിക്കും എന്ത് വരിക, സ്വാഭാവികമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന ഏത് ഇംഗ്ലീഷിൻ്റെ ഒരു ടെക്സ്റ്റും വരിക. സോ ഫസ്റ്റ് വൺ ഈസ് ദ നൗൺ. നിങ്ങൾക്കറിയാം നൗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. നൗണ് നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ചെറിയ കുട്ടികൾക്ക് വരെ നിങ്ങൾ ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടുണ്ടാകും. നൗൺ എന്ന് പറഞ്ഞാൽ നാമമാണ് അല്ലേ. എന്നാൽ പലർക്കും അതറിയാത്തത് ആരുടെ നാമം, വെറും വ്യക്തികളാണോ അതിൽ ഉൾക്കൊള്ളുക. സോ നമ്മളതിനെക്കുറിച്ച് പറയാൻ പോവുകയാണ്. ഒരു കറക്റ്റായിട്ടുള്ളൊരു ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ നൗൺ ഈസ് എ നെയിം അല്ലേ. നൗൺ എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാമമാണ്, ഒരു നെയിമാണ്. നെയിം ആരുടെ നാമമാണ്? നെയിം ഓഫ് എ പേഴ്സൺ. ഒരു പേഴ്സൺ, ഒരു വ്യക്തി ആയിരിക്കും ഒരു പക്ഷേ വരിക, അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിരിക്കും വരിക അല്ലേ. നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു, ഒരു തിങ് അല്ലേ. ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരാളുടെയോ ഒരു പ്ലേസിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒക്കെ പേര് പറയുന്ന അങ്ങനത്തെയുള്ള വേർഡുകളെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. ഇവിടെ 3 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ രാജു അല്ലേ, രാജു ഒരു പേരാണ്, ഇപ്പോൾ ഉസൈൽ ഒരു പേരാണ്. സോ അതുപോലുള്ള ഏത് പേരിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മീൻ ചെയ്യുന്ന വാക്കുകളെയാണ് നൗൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലേസ്, കൊച്ചി, മേലാറ്റൂർ, അല്ലെങ്കിൽ ഓരോ പെരിന്തൽമണ്ണ, ഇതുപോലുള്ള ഒരു സ്ഥലപ്പേരുകളെ, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയാസിനെ മീൻ ചെയ്യുന്ന ഇതിനും നമ്മൾ സാധാരണ നൗൺ എന്ന് പറയും. അല്ലെങ്കിൽ ഓർ ആൻ ഒബ്ജക്റ്റ് അല്ലേ. നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൻ്റെ പേരായിരിക്കും പലപ്പോഴും വരിക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ പെന്ന്, വാച്ച്, റിങ്, മൊബൈൽ ഫോൺ, ഗ്ലാസ്, ഇതുപോലുള്ള പലതരത്തിലുള്ള നമ്മുടെ ഒബ്ജക്ട്സിനെ, ഒരു തിങ്സിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പേരുകൾക്ക്, വേർഡ്സിനാണ് നമ്മൾ നൗൺ എന്ന് പറയുക. സോ ടോട്ടലി നൗണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എ ഗുഡ് ഡെഫിനീഷൻ ഈസ് ദാറ്റ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ് ഓർ ആൻ ഒബ്ജക്റ്റ്, അതിനെയാണ് നൗൺ എന്ന് പറയാം. ഓക്കെ, മൂവിങ് ഓൺ. നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണ്. രണ്ടാമതായിട്ട് വരുന്ന അജക്റ്റീവ്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അജക്റ്റീവ്, നാമവിശേഷണം എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയുക. നാമം എന്നാണ് നൗണിന് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നാമവിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ? നാമത്തെ വിശേഷിപ്പിക്കുന്നത്. സോ അജക്റ്റീവ് ഈസ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ സാധാരണ അജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എ ബിഗ് ഹൗസ്. കണ്ടോ, ഇതിൽ നിങ്ങൾക്കറിയാം ഹൗസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ് അല്ലേ, ഒരു വസ്തുവാണ്. അപ്പോൾ അതൊരു നൗണാണ്. അപ്പോൾ ആ നൗണിനെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ആഡഡ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിനൊരു ആഡഡ് ഒരു എക്സ്ട്രാ ഫീച്ചർ നമ്മൾ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ വീട് എങ്ങനത്തെ വീടാണ്? സ്മോൾ ആവാം, ബിഗ് ആവാം, അത് പുവർ ആവാം, അങ്ങനെ പലതരത്തിലാവാം. അപ്പോൾ ഒരു ബിഗ് ഹൗസ് എന്ന് പറയുന്നതോടുകൂടെ നമുക്ക് ഈ ഹൗസിനെ കുറിച്ചിട്ട് അതിനെ ഒരു ആഡഡ് ക്വാളിറ്റി നമുക്ക് കിട്ടി അല്ലേ. വെറും ഒരു കോമൺ ഹൗസിനെ നമ്മൾ ബിഗ് ഹൗസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കതിനൊരു ആഡഡ് ക്വാളിറ്റി കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും
adjective means a noun, a word that qualifies a noun, so ഇപ്പായിട്ടും ദ ബിഗ് എന്നുള്ള ഈ വേർഡാണ് ഇതിൽ അഡ്ജക്റ്റീവായിട്ട് വരുന്നത്. സോ ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് പ്രൊനൗൺ എന്ന് പറയും. പ്രൊനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് മലയാളത്തിൽ സർവ്വനാമം എന്ന് പറയും. ഉദാഹരണം പറയുക, നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ക്ലാസ്സിൽ പറയുകയാണ്, അവിടെ അങ്ങനെ ഒരാളുണ്ട്, ദർ ഈസ് എ സ്റ്റുഡൻറ്റ്, ഹീസ് നെയിംഡ് രാഹുൽ, രാജു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ട്, രാജു എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, നമ്മൾ അതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും പിന്നെ രാജു ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, രാജു ഈസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ്, രാജു സ്റ്റഡീസ് വെൽ, അങ്ങനെ നമ്മൾ പറയാറില്ല അല്ലേ? നമുക്ക് അങ്ങനെ അറിയാം. നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് വീണ്ടും ആ പേര് പറയുന്നത് ഇറ്റ്സ് എ ബോറിങ് അല്ലേ? അത് നമുക്കറിയാം. പിന്നെ അങ്ങനെ പറയുന്ന ഒരു ശീലം നമ്മുടെ മലയാള ഭാഷയിലില്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ നമ്മൾ ഒരു തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പേര് ഉപയോഗിക്കാതെ അയാൾ, അദ്ദേഹം അല്ലേ, അവൾ, അവൻ, അവർ, അങ്ങനെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇതിനെയാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയും എന്ത്, രാഹുൽ ഈസ് എ സ്റ്റുഡൻറ്റ്, എന്നിട്ട് രാഹുൽ ഈസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ് എന്ന് വീണ്ടും പറയില്ല, ഹീ ഈസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ്, ഹീ സ്റ്റഡീസ് വെൽ ആൻഡ് ഹീ വൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ തുടരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൺകുട്ടികളാണെങ്കിൽ ഹീ എന്ന് പറയും, പെൺകുട്ടികളാണെങ്കിൽ ഷീ എന്ന് പറയും. നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതെങ്കിൽ ദേ എന്ന് പറയും, വി എന്ന് പറയും. അത്തരത്തിലുള്ള സാധനങ്ങൾ, അതിനെയാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഉദാഹരണമുണ്ട്, രാഹുൽ ഈസ് ആബ്സെൻറ്റ് ബിക്കോസ് അല്ലേ, രാഹുൽ ഈസ് ആബ്സെൻറ്റ്. നമ്മൾ പറഞ്ഞു, ടീച്ചറോട് പറയാണ്, ടീച്ചറെ രാഹുൽ ഇന്നില്ല, രാഹുൽ ഈസ് ആബ്സെൻറ്റ് ബിക്കോസ്, കാരണം എന്താണ്, ഓന് എന്ത് പറ്റി, രാഹുൽ ഈസിൽ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ടീച്ചർക്ക് മനസ്സിലാവില്ലേ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടീച്ചറെ രാഹുൽ വന്നിട്ടില്ല, അതുകൊണ്ട് രാജുവിന് അസുഖമാണെന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്, രാഹുലാണ് വരാത്തത്. അപ്പോൾ നമ്മളെന്താണ്, ബിക്കോസ് ഹീസിൽ, അപ്പോൾ നമ്മളിവിടെ ഹീ എന്ന് ഉപയോഗിച്ചു. ഇതാണ് ഇവിടെ പ്രൊനൗൺ എന്ന് പറയുന്നത്. സോ മനസ്സിലായിട്ടുണ്ടാവും. പ്രൊനൗൺ മീൻസ് എന്താണ് പ്രൊനൗണിനെ കുറിച്ച് പറയുക, എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നോൺ, എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിനെ നമ്മളിവിടെ പറഞ്ഞു, ഇത് ഒരു നൗൺ എന്താ പറഞ്ഞു, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ്. രണ്ടാമത്തെ പ്രൊനൗൺ എന്ന് പറഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു നൗണിനെ നമ്മൾ ഒരു തവണ പറഞ്ഞതിന് ശേഷം പിന്നെ അതിന് പകരമായിട്ട് ആ നൗൺ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, പ്രൊനൗൺ എന്ന് പറയുക. അപ്പോൾ നമ്മൾ 3 കാറ്റഗറി നമ്മളെന്തായി കംപ്ലീറ്റ് ചെയ്തു. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. ഇറ്റ്സ് എ വേർബ് അല്ലേ, നൗണ് പോലെ തന്നെ പ്രധാനമായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു പാർട്ടാണ് വെർബ് എന്ന് പറയുന്നത്. എന്താണ് വെർബ്? വെർബ് ഈസ് എ വേർഡ് ദാറ്റ് ഡിനോട്ട്സ് എൻ ആക്ഷൻ അല്ലേ, ഒരു ആക്ഷനെയാണ് നമ്മൾ എന്താകുന്നത് ഒരു വെർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ വേർഡ് വിച്ച് ഡിനോട്ട്സ് എൻ ആക്ഷൻ, ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ ആ ഒരു വെർബ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം വെർബ് എന്ന് പറഞ്ഞാൽ എന്താ, വെർബൽ ആക്ടിവിറ്റീസ് നമ്മൾ പറയും. നമ്മളൊരു ഇപ്പോൾ ഉറങ്ങി, കിടന്നു, സ്ലീപ്പ്, വാക്ക്, ഡ്രിങ്ക്, പിന്നെ സ്മൈല്, അതുപോലുള്ള ഏത് പ്രവർത്തനങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഡിനോട്ട് ചെയ്യുന്ന വേർഡുകളെയാണ് നമ്മൾ സ്വാഭാവികമായിട്ടും വെർബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. അപ്പോൾ ഹീ സ്ലപ്റ്റ്, ഇതിൽ നമ്മൾ സ്ലപ്റ്റ് എന്നുള്ളതാണ് ഇതിലെ വെർബായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പോവുകയാണെങ്കിൽ അഡ്വർബ്. അഡ്വർബ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച ആളുകൾക്ക് ഒന്നുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അഡ്വർബ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കുന്നത്. അഡ്ജക്റ്റീവിന് നമ്മൾ പറഞ്ഞത് എന്താണ്, it's a word that qualifies a noun. So the same thing is repeating here, that verb എന്ന് പറഞ്ഞു അല്ലേ, verb is the word that denotes an action. ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യുന്ന വേർഡിനെയാണ് വെർബ് എന്ന് വിളിക്കുന്നത്. So adverb is what? Adverb is a word that denotes that qualify ചെയ്യാണ്. ആരെയാണ് ക്വാളിഫൈ ചെയ്യുന്നത്? qualifies an adjective. ഒരു അഡ്ജക്റ്റീവിനെ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്യും. ഒരു വെർബ്, ഒരു അഡ്വർബ് സ്വാഭാവികമായിട്ടും പല സമയങ്ങളിൽ എന്താകും, ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഇറ്റ് ക്വാളിഫൈസ് എ വെർബ്, ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യും. അതാണ് ബേസിക്കലി അഡ്വർബ് എന്ന് പറയുന്നത്. നമ്മൾ അഡ്ജക്റ്റീവ് പറഞ്ഞപ്പോൾ നൗണിനെ ക്വാളിഫൈ ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. അതേപോലെ ആകുമ്പോൾ അഡ്വർബ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ വെർബ്, ദെൻ ഇറ്റ് ഓൾസോ ക്വാളിഫൈസ് എ അഡ്ജക്റ്റീവ് ഓർ അനദർ അഡ്വർബ്. അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു ഫംഗ്ഷനും കൂടെ ഇതിനുണ്ട്. അത് നമുക്ക് നോക്കാം, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അഡ്വർബ് ഇതാകണോ 3 തരത്തിലാണ് നമ്മളിതിവിടെ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണം, ഹി വർക്ക്സ് ഹാർഡ്. നോക്കൂ, ഹി വർക്ക്സ് ഹാർഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ വർക്ക്സ് എന്ന് പറയുന്ന ഇതിനെയാണ്, അഥവാ നമ്മൾ ഈ വെർബിനെയാണ് ബേസിക്കലി ഹാർഡ് എന്ന് പറയുന്ന ഈ അഡ്വർബ് കൊണ്ട് എന്താക്കിയത്, നമ്മൾ ക്വാളിഫൈ ചെയ്തത്. രണ്ടാമത് നോക്കൂ, ഇറ്റ് ഈസ് എ വെരി ബിഗ് ഹൗസ്.
ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്. നോക്കൂ, ഇവിടെ എന്താണ് ബിഗ് എന്ന് പറയുന്ന ഈ ഹൗസിൻ്റെ അഡ്ജക്റ്റീവാണ് ബിഗ് അല്ലേ? ഈ ബിഗിനെയാണ് നമ്മളിവിടെ വെരി കൊണ്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഡ്വർബിനെ ഫസ്റ്റ് പറഞ്ഞു വെച്ചാൽ ക്വാളിഫൈസ് എ വേർബ് ഓർ ആൻ അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവിനെ ചിലപ്പോൾ എന്തായിരിക്കും ഇത് ക്വാളിഫൈ ചെയ്യും. ഓർ ആൻ അനദർ അഡ്വർബ്, ഇതുപോലുള്ള ഒരു അഡ്വർബിനെ നമ്മൾ ഇതാ കണ്ടോ, ഹി വർക്ക്സ് ഹാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷീ വർക്ക്സ് വെരി ഹാർഡ്. കണ്ടോ, ഹാർഡ് എന്നുള്ളത് ഇവിടെ അഡ്വർബാണ്. അതിനെയും നമ്മൾ ഈ വരി കൊണ്ട് ക്വാളിഫൈ ചെയ്തു. അപ്പോൾ 3 ഫങ്ഷൻസുകളാണ് അഡ്വർബിനുള്ളത്. ഇറ്റ് ക്വാളിഫൈസ്, ദ അഡ്വർബ് ഈസ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ വേർഡ്. ഒന്ന് വെർബായിരിക്കും പ്രധാനമായിട്ട് ഇതിനെ ക്വാളിഫൈ ചെയ്യുക. ഓർ ആൻ അഡ്ജക്റ്റീവ്, ഒരു അഡ്ജക്റ്റീവിനെ ആയിരിക്കും. ഓർ ആൻ അനദർ അഡ്വർബ്, മറ്റൊരു അഡ്വർബിനെ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും അഡ്വർബിന് ചില സമയങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ബിഫോർ നൗൺ. ഒരു നൗണിന് മുമ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓർ പ്രൊനൗൺ ടു ഷോ ഇറ്റ്സ് റിലേഷൻ വിത്ത് സംതിങ്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേർഡ് that is used before a noun or a pronoun to show its relation with something else. മറ്റൊന്നുമായിട്ടുള്ള അതിൻ്റെ ബന്ധം കാണിക്കാൻ വേണ്ടി ഒരു നൗണിൻ്റെയോ അല്ലെങ്കിൽ പ്രൊനൗണിൻ്റെയോ മുമ്പ് ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. നമുക്കറിയാം, ദ ബുക്ക് ഈസ് ഓൺ ദി ടേബിൾ. ഈ ടേബിൾ എന്ന് പറയുന്ന ഒരു നൗണിൻ്റെ മുമ്പാണ് ഇവിടെ എന്തായിട്ടുള്ളത്, ഓൺ എന്ന് പറയുന്ന ഈ പ്രിപ്പോസിഷൻ വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇറ്റ്സ് ബേസിക് ഫങ്ഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഷോയിങ് ദ റിലേഷൻ വിത്ത് സംതിങ് എൽസ്. ഈ പുസ്തകത്തിന് ഈ ടേബിളുമായിട്ടുള്ള റിലേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രിപ്പോസിഷൻ ഇവിടെ കൊടുത്തത്. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേർഡ് that will come before the noun or a pronoun to show its relation with something else. അതാണ് ബേസിക്കലി പ്രിപ്പോസിഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഏഴാമത്തതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കൺജങ്ഷൻ. അല്ലേ? ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു ജംഗ്ഷൻ എന്ന വാക്ക് അതിലുണ്ട്. സോ ഒരു ജംഗ്ഷനിങ്, ഒരു കണക്റ്റിംഗ്, ഒരു ബ്രിഡ്ജിങ് പ്രോസസ്സായിരിക്കും പലപ്പോഴും കൺജങ്ഷൻ ചെയ്യുക. 2 വ്യത്യസ്തമായി പോകുന്ന 2 പദങ്ങളെ പിടിച്ചിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡുകളാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കണക്റ്റിംഗ് വേർഡുകൾ എന്ന് നിങ്ങൾക്ക് സിംപ്ലി മനസ്സിലാക്കുക. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? കൺജങ്ഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് ടു ജോയിൻ വേർഡ്സ്. ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് യൂസ്ഡ് ടു ജോയിൻ ദി വേർഡ്സ്. 2 വേർഡുകളെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാവാം. ഓർ ഫ്രേസസ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫ്രേസുകളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലോസുകളെയോ ഫ്രേസുകളെയോ അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് വേർഡ്സിനെയോ ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡ്സുകൾക്കാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉദാഹരണം, രാജു ആൻഡ് രാധ ആർ ഫ്രണ്ട്സ്. നിങ്ങൾ നോക്കൂ, രാജു ആൻഡ് രാധ, they are 2 different persons. So when we use the word and, that means the conjunction, and is the conjunction here. And you know the difference, what is the difference in this sentence? That this and made a difference, that this and connected the both different words Raju and Radha. That is the basic function of the connecting words. So conjunction ennu parnal it's a connecting words that join 2 different words or clause or phrases. ഓക്കെ, കൺജങ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി the last and final category or the parts of speech is that interjection അല്ലേ? 8ാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇൻ്റർജെക്ഷൻ ആണ്. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ്സ് എ വേർഡ് വിച്ച് എക്സ്പ്രസ് സം സഡൻ ഫീലിംഗ്. നമ്മുടെ പെട്ടെന്ന് ഉണ്ടാകുന്ന തരത്തിലുള്ള ഫീലിങ്ങുകൾ, സഡനായിട്ടുണ്ടാകുന്ന പോലെ ഫീലിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രീം എമോഷൻസുകളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പറയുമല്ലോ. സ്വഭാവമായിട്ട് നോക്കൂ, ഓ ഹൗ ഇറ്റ് ഈസ് ഹോട്ട് ടുഡേ. നമ്മൾ പറയാണ് ഇത് എന്തൊരു ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ തരം വാക്കുകളെയാണ് നമ്മൾ ഇൻ്റർജെക്ഷൻ എന്ന് വിളിക്കുക. ഇതിൽ കണ്ടോ, ഹോ എന്നുള്ള ഈ വേർഡാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം, ഇത് ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക, കാരണം ഇംഗ്ലീഷിൻ്റെ ഏതൊരു സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഏതൊരു സെൻറ്റൻസും ഇംഗ്ലീഷിൻ്റെ ഏതൊരു ടെക്സ്റ്റും എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിലും ഈ 8 കാറ്റഗറിയിലായിരിക്കും അത് ഉൾക്കൊള്ളുക. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് മാസ്റ്റർ ചെയ്തു എന്നാണ് അർത്ഥമാകുന്നത്. ഒന്നും കൂടെ നോക്കാം. നമുക്ക് നോക്കൂ, നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നൗൺ ഈസ് എ നെയിം ഓഫ് എ പേഴ്സൺ ഓർ എ പ്ലേസ്
ഓർ ആൻ ഒബ്ജക്റ്റ്, ഒരു മനുഷ്യൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ ഒക്കെ പേര് പറയുന്ന ഇതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുക. നെക്സ്റ്റ് അജക്റ്റീവ്. അജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അജക്റ്റീവ് നാമവിശേഷണം. നാമവിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡുകൾക്കാണ് നമ്മൾ എന്ത് പറയുക? അജക്റ്റീവ് എന്ന് പറയുക. അതാ എ ബിഗ് ഹൗസ് എന്ന് നമ്മൾ ഉദാഹരണം എഴുതി. നെക്സ്റ്റ് പ്രനൗണ്. പ്രനൗണ് നമ്മൾ പറഞ്ഞു ഒരാളെ പ്രനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ വേർഡ് ദാറ്റ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നൗണിനെ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ അയാളെ കുറിച്ച് വീണ്ടും പറയാൻ വേണ്ടിയിട്ട് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡാണ് എന്ത്? പ്രനൗൺ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ഡിനോട്ട് ആൻ ആക്ഷൻ. ഒരു ആക്ഷനെ കുറിക്കുന്ന, ഒരു ആക്ഷനെ കുറിച്ച് പറയുന്ന, നമ്മൾ ചെയ്യുന്ന, അപ്പോൾ നടക്കുന്നു വാക്കിംഗ്, ജമ്പിങ് ആൻഡ് ഈറ്റിംഗ്, ഡ്രിങ്കിങ് തുടങ്ങിയിട്ടുള്ള സ്ലീപ്പിംഗ്, നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആക്ഷനുകളെ ഡിനോട്ട് ചെയ്യുന്ന വേർഡുകളാണ് വേർബ് എന്ന് പറയുന്നത്. ഹി സ്ലപ്റ്റ് നമ്മൾ എഴുതി. നെക്സ്റ്റ് അഡ്വേർബ്. അഡ്ജക്റ്റീവ് മനസ്സിലാക്കിയ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ക്വാളിഫൈസ് എ വേർബ്. ഒരു വേർബിനെ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും അഡ്വേർബ്. പിന്നെ ഒരു എക്സ്ട്രാ 2-3 ഫീച്ചറുകൾ, ഒരു ഫംഗ്ഷനും കൂടെ അത് ചെയ്യുന്നുണ്ട്. ഇറ്റ് സംടൈംസ് ഇതെന്താകും? ഇറ്റ് ക്വാളിഫൈസ് എ വേർബ് ഓർ ആൻ അജക്റ്റീവ് ഓർ ആൻ അനദർ അഡ്വേർബ്. ഒരു മറ്റൊരു അഡ്വേർബിനെയും പലപ്പോഴും ചിലപ്പോൾ എന്താകും? ഒരു അഡ്വേർബ് ക്വാളിഫൈ ചെയ്യും. അതിന് 3-നുള്ള ഉദാഹരണം നമ്മളിവിടെ പറഞ്ഞു. ഹി വർക്ക്സ് ഹാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹാർഡ് എന്ന് പറയുന്ന വർക്ക്സ് എന്ന് പറയുന്ന ഈ വേർബിനെയാണ് ഇത് ക്വാളിഫൈ ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ് എന്ന് പറയുമ്പോൾ ഈ ഹൗസിന് കൊടുത്തിട്ടുള്ള ഈ അജക്റ്റീവിനെയാണ് ഇവിടെ വെരി കൊണ്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഷീ വർക്ക്സ് വെരി ഹാർഡ് എന്ന് പറയുന്ന സമയത്ത് ഹാർഡ് എന്ന് പറയുന്ന എന്താണ്? ഒരു അഡ്വേർബിനെയാണ്, അനദർ അഡ്വേർബിനെയാണ് ഈ വരി കൊണ്ട് ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വേർഡ്, അല്ലേ? പ്രിപ്പോസിഷൻ ഇറ്റ്സ് എ വേർഡ് യൂസ്ഡ് ബിഫോർ എൻ നൗൺ ഓർ എ പ്രനൗൺ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ടു ഷോ ഇറ്റ്സ് റിലേഷൻ വിത്ത് സംതിങ് എൽസ്. മറ്റൊന്നുമായിട്ടുള്ള അതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണക്റ്റിംഗ് വേർഡ്, അല്ലേ? ദാറ്റ് ഈസ് എ കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ജോയിൻ 2 ഡിഫറെൻറ്റ് വേർഡ്സ്, ഫ്രേസസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫ്രേസസ്. ഒരു ഫ്രേസുകളെയോ അല്ലെങ്കിൽ 2 വേർഡുകളെയോ, അല്ലേ? രാജു ആൻഡ് രാധ പറയുന്ന 2 വേർഡുകളാണ്, 2 നെയിമുകളാണ്. അതിനെയോ അല്ലെങ്കിൽ പല ഫ്രേസുകളെയോ ക്ലോസുകളെയോ ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻ്റർജങ്ഷൻ. ഇൻ്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ വേർഡ് ദാറ്റ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ സഡൻ ഫീലിങ്സ് ഓഫ് എ പേഴ്സൺ. ഒരാളുടെ പെട്ടെന്നുണ്ടാവുന്ന ഫീലിങ്ങുകളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. സോ വി already completed or covered the 8 categories of the parts of speech, and I think you have got it all. Okay, thank you.